അടിമാലി കുമളി ദേശീയപാതയിൽ അപകടക്കെണിയൊരുക്കി ഭീമൻ മരങ്ങൾ. കട്ടപ്പന വള്ളക്കടവ് മുതൽ ആനവിലാസം വരെയുള്ള പാതയിൽ മുൻ വർഷങ്ങളിൽ മഴക്കാലത്ത് വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടും റോഡരികിലെ തോട്ടങ്ങളിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റുവാൻ വനം വകുപ്പോ തോട്ടമുടമകളോ തയ്യാറായിട്ടില്ല. ഇതോടെ ജീവൻ പണയം വെച്ച് വേണം ഈ മഴക്കാലത്ത് ഇതുവഴി യാത്ര ചെയ്യാൻ. കട്ടപ്പന വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ അടിമാലി കുമളി ദേശീയപാതയുടെ ഇരുവശത്തും ഏക്കർ കണക്കിന് ഏലത്തോട്ടങ്ങളാണുള്ളത്. തോട്ടങ്ങളിൽ റോഡരികിൽ അപകട ഭീഷണിയായി നിരവധി വൻ വൃക്ഷങ്ങളുമുണ്ട്. ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത്. കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് വൻമരം ഒടിഞ്ഞു വീണിരുന്നു. ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കാലവർഷത്തിന് മുൻപായി ഇത്തരത്തിൽ ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ലെന്നതാണ് വസ്തുത. കട്ടപ്പന ആനവിലാസം റൂട്ടിൽ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ റൂട്ട് മൊത്തത്തിൽ അപകടാവസ്ഥയിൽ ഒത്തിരി മരങ്ങളുണ്ട്. ഇടയ്ക്കിടെ മരം ഒഴിഞ്ഞു വീണ് ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ഒരു ജീവന് പേടിയുള്ള കൂടിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ മരം വെട്ടിമാറ്റി എല്ലാവരെയും ജീവന് സംരക്ഷണം തരണമെന്ന് പറഞ്ഞ് ഞങ്ങളിവരെ അഭ്യർത്ഥിക്കുന്നു. മഴയും കാറ്റും ശക്തമായാൽ ഇനിയും മരങ്ങൾ ഒടിഞ്ഞു വീഴുവാൻ സാധ്യത ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടൂറിസം മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയായതിനാൽ വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് പുറമെ പ്രദേശവാസികൾക്കും വലിയ ഭീഷണിയാണ് ഈ വൻമരങ്ങൾ. ജില്ലാ ഭരണകൂടവും വനംവകുപ്പും ഇടപെട്ട തോട്ടം ഉടമകളെ കൊണ്ട് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നതാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്.